പാലക്കാട് കഞ്ചിക്കോട് ലോൺ ആപ്പിൽ നിന്നുള്ള ഭീഷണിയെ തുടർന്ന് യുവാവ് ജീവനൊടുക്കി. മേനോൻപാറ സ്വദേശി അജീഷാണ് മരിച്ചത്. ലോൺ ആപ്പിൽ നിന്ന് അജീഷ് പണം കടമെടുത്തിരുന്നു. റൂബിക്ക് മണി എന്ന ആപ്പിന്റെ പേരിലായിരുന്നു ഭീഷണി വന്നത്. നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്നായിരുന്നു ഭീഷണി. കൂടുതൽ പലിശ തിരിച്ചടച്ചിട്ടും ഭീഷണി തുടർന്നെന്ന് കുടുംബം ആരോപിക്കുന്നു. ഓൺലൈൻ ആപ്പിൽ കൂടെ പൈസ എടുത്തുള്ളതായിരുന്നു. ഓൺലൈനിൽ ഇപ്പോൾ 500 എടുത്തതിന് 1000 ഉറുപ്പ് തരും, 2000 തരുമായിരുന്നു. അപ്പോൾ അത് രണ്ട് പലിശ കൂട്ടിയൊക്കെ അടച്ചടച്ച് 2000, 3000 ഒക്കെ ആയിക്കൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഓൺലൈനിൽ പൈസ അടയ്ക്കാൻ പറ്റില്ല. അവർ അടയ്ക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ അടയ്ക്കാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടച്ചു കഴിഞ്ഞാൽ വീണ്ടും അടയ്ക്കാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടച്ചില്ലെങ്കിൽ അവർ പറയുന്നത് നിങ്ങളുടെ ഫോട്ടോ അയച്ചു വിടും, അല്ലെങ്കിൽ കോൺടാക്ട് ലിസ്റ്റൊക്കെ അയച്ചു വരും. വാട്സപ്പിൽ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വാട്സപ്പിൽ അയച്ചിട്ട് കോൺടാക്ട് ലിസ്റ്റ് അയച്ചിട്ട് ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ഫോട്ടോ അയച്ചു കൊടുക്കും, മോർഫ് ചെയ്ത് ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോഴാണ് ഭീഷണി പറഞ്ഞത്. ആ ഫോട്ടോ കണ്ട് തന്നെ ഏട്ടൻ മാനസികമായി തളർന്നു. അപ്പോൾ നമ്മൾ ലോൺ അടയ്ക്കുക പറഞ്ഞാൽ ആൾക്ക് സമാധാനപ്പെടില്ല. ലോൺ അടച്ചാൽ എൻ്റെ ഫോട്ടോ അവർ പൈസ അയച്ചുകൊണ്ടിരിക്കാൻ പറയുന്നത് കൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുന്നേ കാര്യം മൊത്തം അറിഞ്ഞത്. നമുക്കൊന്നും കണ്ടുകൊള്ളാൻ പറ്റിയില്ല. അപ്പോൾ അതുപോലെ ആരെങ്കിലും ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. സംഭവത്തിൽ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. വിവരങ്ങളുമായി പ്രജിത്ത് കോങ്ങാട് ചേരുന്നു. പ്രജിത്ത്, ലോൺ ആപ്പിൻ്റെ ഭീഷണിയെ തുടർന്ന് ഉള്ള ആത്മഹത്യകൾ നമ്മൾ പലപ്പോഴും പലയിടത്തുനിന്നും കേൾക്കാറുണ്ട്. ഒരു 2 വർഷം മുൻപാണ് കൊച്ചി കടമക്കുടിയിൽ ലോൺ ആപ്പിൻ്റെ ഭീഷണിയെ തുടർന്ന് ദമ്പതിമാരും മക്കളും, അതായത് ഒരു കുടുംബത്തിലെ 4 പേർ ജീവനൊടുക്കിയത്. അതിനുശേഷമാണ് ഇതിൻ്റെ ഒരു അപകടം, ഗൗരവം കേരളം അന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്തതാണ്. നിരവധി യുവതികൾ, ചെറുപ്പക്കാർ ഒക്കെ ഈ ലോൺ ആപ്പിൻ്റെ കെണിയിൽപ്പെടുന്നുണ്ട്. പെട്ടെന്നൊരു പണം വായ്പ എടുക്കാൻ ലോൺ ആപ്പിൻ്റെ സഹായം തേടും. അതിനുശേഷം വലിയ പലിശ തിരിച്ചടയ്ക്കേണ്ടി വരും. നിവൃത്തിയില്ലാതെ വരുമ്പോൾ പലരും കടക്കിണിയിലാകും. അതിനുശേഷമാകും ലോൺ ആപ്പിൻ്റെ ആളുകളെന്ന പേരിൽ വാട്സപ്പിലൂടെ ഭീഷണി സന്ദേശം എത്തും. അതിനുശേഷം നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന ഭീഷണി ഉണ്ടാകും. സമാനമായ രീതിയിൽ തന്നെയാണോ ഈ യുവാവിന് നേരെയും ഭീഷണി ഉണ്ടായത്? ആത്മഹത്യ കാരണം ലോൺ ആപ്പിൻ്റെ ഭീഷണിയെന്ന് കുടുംബം ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ തെളിവുകൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ പ്രജിത്ത്? ടോമെ, കഴിഞ്ഞ ദിവസമാണ് ഈ മേനോമ്പാറ സ്വദേശി അജീഷ് ആത്മഹത്യ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഈ ബന്ധുക്കൾക്ക് മനസ്സിലാവുന്നത് അജീഷ് ലോൺ ആപ്പിൽ നിന്ന് ചെറിയ തുകയാണ് ലോൺ എടുത്തിരിക്കുന്നത്. അത് 2000-ൽ താഴെയാണ് ലോൺ എടുത്തിരിക്കുന്നത്. ആദ്യം 2000 രൂപ ലോൺ അപേക്ഷിക്കുമ്പോൾ 2000 രൂപ അയച്ചു കൊടുക്കുകയും അതിനുശേഷം 2500 തിരിച്ചടയ്ക്കുകയും, ഇതെല്ലാം 3 ദിവസത്തിനുള്ളിലാണ് 2500 തിരിച്ചയക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവർ പിന്നെയും ആ ആപ്ലിക്കേഷൻ ചോദിക്കുക, ഇനിയും ലോൺ വേണമെന്ന് ചോദിക്കുമ്പോൾ പിന്നെയും അവർ 3000 രൂപയോളം തിരിച്ച് ഇങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ് ഉണ്ടായിരുന്നത്. അത് തിരിച്ചടയ്ക്കാൻ പിന്നെ പറഞ്ഞ സമയത്ത് ഈ അജീഷിന് തിരിച്ചടയ്ക്കാൻ പറ്റാതെ ആകുകയാണ്. അതിനുശേഷം ഈ ഒരു കനേഡിയൻ നമ്പർ എന്നാണ്, അത് വിദേശത്തുള്ള ഒരു നമ്പറിൽ നിന്നാണ് ഇയാൾക്ക് കോള് വരുന്നതും. ആ കോള് വന്നതിൽ തിരിച്ചടയ്ക്കാൻ ഇയാളോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായിരുന്നത്. അത് മാത്രവുമല്ല, ഇയാളുടെ ഫോട്ടോ ഹാക്ക് ചെയ്ത് അത് മോർഫ് ചെയ്ത് ഇവരുടെ കോണ്ടാക്ട് ലിസ്റ്റിലേക്ക് അയച്ചു കൊടുക്കും എന്നും അജീഷിനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അജീഷ് ഒരു സാധാരണ കുടുംബത്തിലുള്ള ഒരാളാണ്. സ്വകാര്യ കമ്പനിയിലാണ് അജീഷ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു മെസ്സേജ് അവിടെ നിന്ന് അയക്കുന്ന സമയത്ത് അജീഷ് ആകെ മാനസികമായി തകർന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അജീഷ് സ്വന്തം സഹോദരനടുത്തും കൂട്ടുകാരോടും ഇങ്ങനെ ഒരു പ്രശ്നത്തിലുണ്ട് എന്ന് പറയുകയും അത് നമുക്ക് സോൾവ് ആക്കാം എന്ന് കൂട്ടുകാർ പറഞ്ഞാലും പക്ഷെ അജീഷ് മാനസികമായി തളർന്നു. അങ്ങനെ അത് സോൾവ് ആവുകയില്ല. അവർ വീണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ കോണ്ടാക്ട് ലിസ്റ്റിൽ ഇതുമാതിരി മോർഫ് ചെയ്ത ഫോട്ടോ അജീഷിന് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഇനി തിരിച്ച് ഇയാളുടെ കോണ്ടാക്റ്റിലുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ അജീഷ് ഭയപ്പെടുകയും അതുകൊണ്ടാണ് അജീഷ് ആത്മഹത്യ ചെയ്തതും. അതിനുശേഷം ഈ ഫോണും ഇങ്ങനത്തെ ലോൺ ആപ്പിന്റെ സ്ക്രീൻഷോട്ടും ഇതെല്ലാം കൂടി കൊഴിഞ്ഞാമ്പാറ പോലീസിന് ബന്ധുക്കൾ കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറ പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരികയാണ്. പക്ഷെ ഇതിൽ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് വിദേശത്തുള്ള നമ്പറിൽ നിന്നാണ് അജീഷ് ലോൺ ആപ്പിൽ നിന്നും പണം വായ്പ എടുത്തതെന്ന് വ്യക്തമായിട്ടുണ്ടോ പ്രജിത്ത്? തിരിച്ചടയ്ക്കാൻ ഉണ്ടായിരുന്നത് എത്ര തുകയാണ്? ബന്ധുക്കൾ പറയുന്നത് കാലയളവിനിടെയാണ് ഈ തട്ടിപ്പ് അതല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഭീഷണി ഉണ്ടായത്?
ബന്ധുക്കൾ പറയുന്നത് 5000 രൂപയിൽ താഴെയാണ് 2 പ്രാവശ്യമായി, അതായത് ആദ്യം 3000 രൂപയും പിന്നെ അതിനുശേഷം ഇങ്ങനെ അവർ പറയുന്നത് 5000 രൂപയിൽ താഴെയാണ് എടുത്തിട്ടുള്ളൂ. അതിന്റെ ഇരട്ടിയോളം അടച്ചു കഴിഞ്ഞിരുന്നതും ഈ വീട്ടുകാർ അറിയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് ഒരു മാസത്തിന്റെ ഉള്ളിൽ മാത്രമായിട്ടാണ് ഇതിന്റെ ഈ ഇങ്ങനെ ലോൺ ആപ്പ് എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു അപകടം പറ്റി എന്ന് വീട്ടുകാർ അറിയുന്നത്. തോമസ്, യെസ്, ഇത് കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? പോലീസ് ഈ വിഷയത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് പ്രജിത്ത്? കുടുംബം കൊഴിഞ്ഞാമ്പാറ പോലീസിൽ കംപ്ലൈന്റ് നൽകിയിട്ടുണ്ട്. പോലീസിന് ഫോണും ഇവർ കൊടുത്തിട്ടുണ്ട്. ഇതിന് അവർ വിളിച്ചതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഇവിടെ മറ്റേ ഈ അജീഷ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്പറുകളെല്ലാം വിദേശത്ത് നിന്നാണ് വരുന്നത്. അതിന്റെ സാങ്കേതികം പോലീസ് ഇപ്പോൾ മനസ്സിലാക്കി വരുന്നുണ്ട്. അതിനുശേഷം സൈബർ പോലീസിലേക്ക് ഈ കംപ്ലൈന്റ് കൈമാറുമെന്നാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ് അറിയിച്ചിരിക്കുന്നത് ബന്ധുക്കളെ. യെസ്, വ്യക്തമാണ്. പാലക്കാട് നിന്ന് പ്രജിത്ത് കോങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് കഞ്ചിക്കോടാണ് ലോൺ ആപ്പിൽ നിന്നുള്ള ഭീഷണിയെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയത്. നമുക്കറിയാം, ഇതുപോലുള്ള ഭീഷണികൾ, ഇതുപോലുള്ള ലോൺ ആപ്പുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴും ഇതുപോലുള്ള പരസ്യങ്ങൾ കാണാം. ചെറിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ പലരും പെട്ടെന്ന് പണം കിട്ടാൻ വേണ്ടി ഇവരിൽ നിന്നും വായ്പയെടുക്കും. അതിനുശേഷമാകും ഈ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ ഭീഷണി. കാരണം ലോൺ ആപ്പാണല്ലോ, തിരിച്ചടച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, കാരണം മറ്റേ ഈടുകളൊന്നുമില്ല. പക്ഷേ അതിനുശേഷം ഈ കെണിയിൽ പെടുമ്പോഴാണ് പലരും ഇതിൻ്റെ അപകടം തിരിച്ചറിയുക. ഭീഷണിപ്പെടുത്തും, മാനസിക പിരിമുറുക്കം ഉണ്ടാകും, മറ്റാരോട് ഇതിൻ്റെ പ്രയാസം പങ്കുവയ്ക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സാഹചര്യം ഉണ്ടാകും. ഓർക്കുക, എത്ര വലിയ ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടായാലും പരമാവധി ഇതുപോലുള്ള തട്ടിപ്പ് ആപ്പുകളിൽ നിന്നും പണം വായ്പ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.